D24ലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന ഗ്രാമത്തിലാണ് പരമ്പരാഗതമായി ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. ഏതാണ്ട് 4 ശതാബ്ദത്തോളം പഴക്കമുള്ള കരകൗശല മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോഹനിർമ്മിതമായ ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയുടെ സവിശേഷതകളും ജനപ്രിയതയും ലോക പ്രശസ്തമാണ്. സ്ഫടികത്തിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. സാധാരണ സ്ഫടിക കണ്ണാടികൾ പിൻപ്രതലമാണ് പ്രതിഫലിക്കുക. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ മുൻപ്രതലമാണ് പ്രതിഫലിക്കുക എന്നത് പ്രധാന പ്രത്യേകതയാണ്. പൗരാണിക രീതിയിൽ ലോഹ കണ്ണാടി ഇന്നും നിർമ്മിക്കുന്നത് ആറന്മുളയിൽ മാത്രമാണ്. ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഏതാനും വിശ്വകർമ്മ തറവാടുകളുടെ അവകാശമായാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ സങ്കീർണമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക ആനുപാതത്തിൽ ചേർത്തുണ്ടാക്കുന്ന കൂട്ടുലോഹം മണൽ കലരാത്ത പുഞ്ചമണ്ണും നീച്ചിലോടും പഴയ ചനച്ചാക്കും ചേർത്ത് ഉരുക്കിയൊഴിച്ച് ലോഹഫലകം ഉണ്ടാക്കുന്നു. ലോഹഫലകം ചാക്കുകൊണ്ടുള്ള പ്രതലത്തിൽ എണ്ണ പുരട്ടി ഉരച്ചി മിനുസപ്പെടുത്തുന്നു. അവസാന മിനുക്കുപണികൾ മൃദുലമായ തുണി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കണ്ണാടി രൂപപ്പെടുത്തുന്ന ലോഹക്കൂട്ടിന്റെ ആനുപാതം ഇന്നും ഇവർ രഹസ്യമായി സൂക്ഷിക്കുന്നില്ല. ഈ ലോഹ കണ്ണാടിയുടെ ഉത്ഭവവുമായി നിരവധി കഥകൾ നിലവിലുണ്ട്. ഏതാനും ശതാബ്ദങ്ങൾക്ക് മുൻപ് ആറന്മുള ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ നിന്ന് വന്ന വിശ്വകർമ്മ കുടുംബമാണ് പിന്നീട് ആറന്മുള കണ്ണാടി നിർമ്മാണത്തിൽ സജീവമായത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവിന് ഉപഹാരമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകി. ആദ്യകാലത്ത് കുങ്കുമച്ചിപ്പിലായിരുന്നു കണ്ണാടി നിർമ്മിച്ചിരുന്നത്. പിന്നീട് വാൽക്കണ്ണാടിയുടെ രൂപത്തിലും പീഠത്തിലുള്ള ഫ്രെയിമുകളിലും കണ്ണാടി നിർമ്മിക്കപ്പെട്ടു. വിദേശ വിപണിയിൽ കരകൗശല വസ്തുക്കളിൽ പ്രധാനിയാണ് ആറന്മുള കണ്ണാടി. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കേരളത്തിൽ നിന്നുള്ള ആറന്മുള കണ്ണാടിയുടെ സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ആറന്മുള കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമായി കണക്കാക്കുന്നു. ആറന്മുള കണ്ണാടിയിൽ ആദ്യമായി മുഖം നോക്കിയത് പാർവതി ദേവിയാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ D24 സബ്സ്ക്രൈബ് ചെയ്യുക.